പ്രവാചകത്വത്തിൻ്റെ മുദ്രയാണത്. ഖാത്തമുൻ നുബുവ എന്നാണ് അറബിയിൽ പറയുന്നത്. ജന്മന തന്നെ നബിയുടെ ചുമലിൽ മുദ്രയുണ്ട്. ഇപ്പോൾ സവിശേഷമായ ഒരു ശ്രദ്ധ അതിലേക്ക് എത്തിയെന്നേയുള്ളൂ. മാടപ്രാവിൻ്റെ മുട്ടയുടെ ആകൃതിയിലുള്ള മാംസത്തിൻ്റെ തന്നെ ഒരു തടിപ്പ് അല്പം രോമാവൃതമായിട്ടുണ്ട്. ഹലീമയും ഭർത്താവും ആലോചിച്ചു, ഇനി എന്തു ചെയ്യും? എത്രയും വേഗം മക്കയിലേക്ക് പോകാം. ആമിന ബീവിയെ ഏൽപ്പിച്ച് കാര്യം പറയാം. ഇതിനിടയിൽ മറ്റൊരു ഭയം കൂടി വന്നു. പ്രവാചകത്വ മുദ്രയുള്ള കുട്ടിയെ വേദക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വാഗ്ദത്ത പ്രവാചകനാണ് ഇതെന്നവർ മനസ്സിലാക്കി. ജൂതന്മാർ ശത്രുതയോടെയാണ് നോക്കുന്നത്. ഹലീമ മകനെയും കൊണ്ട് മക്കയിലെത്തി. ആമിന ബീവിയെ സമീപിച്ചു. കാര്യങ്ങൾ ചുരുക്കി പറയാമെന്ന് വെച്ചെങ്കിലും ആമിന ഉമ്മ വിശദമായി ചോദിച്ചു. ഒടുവിൽ എല്ലാം ഹലീമ തുറന്നു പറഞ്ഞു. പക്ഷേ ആമിന ബീവിയിൽ ആശങ്കകൾ കണ്ടില്ല. പകരം ഹലീമയെ ആശ്വസിപ്പിച്ചു. മഹത്തായ പദവികൾ എൻ്റെ മകനെ കാത്തിരിക്കുന്നു. ഗർഭകാലത്തെ അനുഭവങ്ങൾ കൂടി ചേർത്തു പറഞ്ഞു. എങ്കിൽ പിന്നെ മകനെയും കൊണ്ട് തന്നെ മടങ്ങാമെന്നായി ഹലീമ. പക്ഷേ ആമിന ഉമ്മ അനുവദിച്ചില്ല. ഹൃദയപൂർവ്വം യാത്രാമംഗളങ്ങൾ നേർന്നു. ഉമ്മയും മകനുമൊത്തുള്ള ജീവിതത്തിൻ്റെ നാളുകൾ. കുടുംബത്തിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട മോനാണ് മുഹമ്മദ്. സമപ്രായക്കാരായി കുടുംബത്തിൽ വേറെയും കുട്ടികളുണ്ട്. പിതാമഹൻ്റെയും പിതൃസഹോദരന്മാരുടെയും മക്കൾ, പ്രത്യേകിച്ച് ഹംസയും സൊഫിയയും. പിതാമഹൻ അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളാണ്. 3 പേരും തമ്മിൽ സുദൃഢമായ ബന്ധമായിരുന്നു. മധുരതരമായ 3 വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. കഅബയുടെ ചാരത്ത് അബ്ദുൽ മുത്തലിബിന് പ്രത്യേകം ഒരു ഇരിപ്പിടമുണ്ടായിരുന്നു. കുട്ടികൾ ആരും അതിലിരിക്കുമായിരുന്നില്ല. എന്നാൽ മുഹമ്മദ് മോന് അവിടെ അധികാരമുണ്ടായിരുന്നു. ഈ പരിഗണനയെക്കുറിച്ച് പ്രമാണികൾ പലരും ചോദിച്ചു. ഈ മകനിൽ പല അത്ഭുതങ്ങളും ഞാൻ കാണുന്നു എന്നായിരുന്നു വല്യുപ്പാൻ്റെ മറുപടി. ആകർഷകമായ ഏറെ ഭാവങ്ങൾ മകനിൽ പ്രകടമാകുന്നു. മകന് 6 വയസ്സായപ്പോൾ ആമിന ഉമ്മക്കൊരു മോഹം. മകനുമൊത്ത് യസ്രിബിലെ ബന്ധുക്കളെ ഒന്ന് സന്ദർശിച്ചാലോ എന്ന്. അധികം വൈകാതെ ഒരു കച്ചവട സംഘത്തോടൊപ്പം യാത്രയായി. പരിചാരക ബറക്ക അഥവാ ഉമ്മു ഐമനും ഒപ്പമുണ്ടായിരുന്നു. 2 ഒട്ടകപ്പുറത്തായിട്ടാണ് യാത്ര ചെയ്തത്. യസ്രിബിലെത്തി ബന്ധുക്കളോടൊപ്പം ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. മകനുമായി പ്രിയപ്പെട്ട ഭർത്താവായിരുന്ന അബ്ദുള്ളയുടെ ഖബറിടം സന്ദർശിച്ചു. അന്നത്തെ അനുഭവങ്ങൾ പ്രവാചകൻ ഓർത്തു പറയാറുണ്ടായിരുന്നു. ഖസ്റജുകാരുടെ കുളത്തിൽ നീന്തിയതും കുട്ടികളോടൊപ്പം പട്ടം പറത്തിയതും. മക്കയിലേക്ക് മടങ്ങാറായി. യാത്ര ആരംഭിച്ചു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോഴേക്കും ആമിന ബീവിക്ക് അസുഖം ബാധിച്ചു.